ഗായ്സ്, നമ്മൾ ഇന്നൊരു മാങ്ങ സ്പെഷ്യലായിട്ടുള്ള ഒരു ഐറ്റം ഉണ്ടാക്കും. അതിനായിട്ട് നമ്മൾ 3 മാങ്ങ എടുത്തിട്ടുണ്ട്. അതിനെ ഇങ്ങനെ നടുക്കിങ്ങനെ വെട്ടിയതിന് ശേഷം അതിലേക്ക് നമ്മൾ ഉപ്പിട്ട് കൊടുക്കുകയാണ്. നല്ല ഉപ്പാണ്. ഇത് നല്ല സ്പെഷ്യലായിട്ട് ഉണ്ടാക്കിയ ഉപ്പാണ് കേട്ടോ. നല്ല ഉപ്പാണ് കേട്ടോ. ഈ ഉപ്പ് നമ്മൾ ഈ ഗ്യാപ്പിലെല്ലായിടത്തും ഇങ്ങനെ ഫില്ല് ചെയ്ത് വെക്കണം. അങ്ങനെ 3 മാങ്ങയിൽ നമുക്ക് ഫില്ല് ചെയ്ത് വെക്കാതെ മാങ്ങ ഫുള്ളായിട്ട് ഇങ്ങനെ എടുത്ത് വിട്ട് നമുക്ക് വേണമെങ്കിൽ ആക്കാം കേട്ടോ. അങ്ങനെ ആക്കിയാൽ കൂടുതൽ ഉപ്പ് കയറുന്നേ ഉള്ളൂ. നമുക്ക് ആവശ്യമുള്ള അത്ര ഉപ്പ് 3 മാങ്ങയിൽ നമ്മളങ്ങനെ അങ്ങനെ ഇട്ടിട്ട് നല്ല സൂപ്പറാക്കി ഇതിനെ ആക്കും. ഓ മാമ, ഇന്ന് 3 മാങ്ങയിൽ ഫില്ല് ചെയ്തിട്ട് 3 മാങ്ങയിൽ ഫുള്ള് ചെയ്തിട്ട് മുളക് പൊടി ഇതിലേക്ക് ഇടുകയാണ് കേട്ടോ. നല്ല സൂപ്പറായിട്ടുള്ള മുളക് പൊടിയാണ്. ഈ മുളക് പൊടി ആവശ്യത്തിന് കുറച്ചിട്ടാൽ മതിയേ. കൂടുതലിട്ടാൽ ചിലപ്പോൾ നമ്മൾ എരിച്ച് ചാവാനാണ് ചാൻസ് ഉണ്ട്. ഇന്ന് 3 മാങ്ങയിൽ ഇതുപോലെ മുളക് പൊടിയാക്കി നല്ലോണം മിക്സ് ചെയ്തെടുക്കുക. അതിനുശേഷം ഇതെല്ലാം നമ്മൾ ഇതേപോലെ അടിച്ച് വെച്ചിട്ട് നല്ലവണ്ണം ഒന്ന് മിക്സ് ആക്കുക. ഇപ്പോൾ നല്ല തുടുത്ത മാങ്ങയായിട്ടുണ്ട് ഗൈസ്. അതിനുശേഷം നമ്മൾ ഈ മാങ്ങേനെ തോർത്തിൽ ഇങ്ങനെ വച്ച് ഈ മാങ്ങ ഇതിലിട്ടിട്ട് ഇതേപോലെ ഇങ്ങനെ പിടിച്ച് നമുക്ക് വേണമെങ്കിൽ എണ്ണ ഒഴിക്കാതെ, ഞാൻ എണ്ണ ഒഴിക്കുന്നില്ല. നമ്മൾ നന്നായിട്ട് പൊതിയണം. ഞാൻ പൊതിഞ്ഞത് തെറ്റായിരുന്നു. ഞാൻ വീണ്ടും ഒന്നേന്ന് പൊതിയാൻ തുടങ്ങി. ഈ പൊതിയുമ്പോൾ ഒരു ഗ്യാപ്പ് വിടാതെ നമ്മൾ നല്ല സൂപ്പറായിട്ട് പൊതിഞ്ഞില്ലെങ്കിൽ എല്ലാം തറക്കിടക്കും. അങ്ങനെ നമ്മൾ 3 മാങ്ങ ഇതിൽ ആക്കിയിട്ടുണ്ട്. അതിന് ശേഷം നമ്മളിതാ ഈ 3 മാങ്ങ എടുത്തുകൊണ്ട് നമ്മൾ നേരെ കൊണ്ട് വെളിയിലേക്ക് പോകും. വെളിയിലേക്ക് പോയതിന് ശേഷം നമ്മളിവിടെ ഒരു മതിലുണ്ട്, അവിടെ നോക്കിയാൽ ഇങ്ങനെ ഇട്ടടിക്കും. നല്ലവണ്ണം ഇട്ടടിക്കുമ്പോൾ ഇത് പൊട്ടേ. അതേപോലെ നമ്മൾ ഇട്ടടിക്കണേ. നമ്മൾ നന്നായിട്ട് അടിക്കുമ്പോൾ പപ്പടം പൊട്ടില്ല, അതേപോലെ നന്നായിട്ട് പൊട്ടുവേ. ഇതേപോലെ നമുക്ക് ഇപ്പുറത്തെ സൈഡും എല്ലാ സൈഡും അടിച്ച് പൊട്ടിക്കും. ഇപ്പം നന്നായിട്ട് ഇത് ചതഞ്ഞിട്ടുണ്ട്, പക്ഷെ ഒരു മാങ്ങ ചതഞ്ഞില്ല. അതുകൊണ്ട് അതിനെ ഇട്ട് അടിച്ചതാ, അത് പൊട്ടുന്നില്ല. അവസാനം പൊട്ടി. എന്നാലും കുറച്ചും കൂടെ ശക്തിയായി ഒരടിയും കൂടെ അടിച്ചപ്പോൾ ഇത് നല്ല പീസ് കഷ്ണങ്ങളായി. അപ്പോൾ നമുക്കിനി ഇത് പൊതി തുറന്ന് നോക്കാം. അപ്പോൾ ഇതിൻ്റെ ഫൈനൽ ലുക്ക് നമുക്കൊന്ന് കണ്ടു നോക്കാവേ ഗൈസ്. നമ്മൾ പൊതി തുറന്ന് നോക്കിയാണ് കേട്ടോ ഗൈസ്. നല്ല ചുടു മാങ്ങയായി കേട്ടോ. എന്നിട്ട് ഞാൻ കാണിച്ചു തരാം. നോക്കിയേ, നല്ല ചുടു കഷ്ണം മാങ്ങയായി സൂപ്പറായിട്ടുണ്ട് കേട്ടോ. അപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ ട്രൈ ചെയ്ത് നോക്കാവേ. ഇനി നമുക്കിതൊന്ന് കഴിച്ച് നോക്കാവേ. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. ഒന്നും പറയില്ല, പോളി. വീട്ടിലൊക്കെ മാങ്ങ അടിക്കണമെങ്കിൽ ഇത്തിരി ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ ഇഷ്ടമായ വേഗം ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബൊക്കെ ചെയ്യണം കേട്ടോ. കമൻറ്റ് പറയണേ. കമൻറ്റിൽ ഇതിൻ്റെ ഫുൾ വീഡിയോ ആയിട്ട് ഞാൻ അടുത്ത പാർട്ടിൽ കാണിക്കാം കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പം നമുക്ക് നേരെ ബായ്. അപ്പോൾ എല്ലാവർക്കും ബായ്. മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് നിങ്ങൾ എത്രയും പെട്ടെന്ന് വരും. അപ്പോൾ ഏഞ്ചൽസ് ഓഫ് ഗ്രൂപ്പിലെ എല്ലാ വിജയവും വരണം കേട്ടോ. അപ്പോൾ ഓക്കെ, ബായ്.